താത്തൂർ ശുഹദ മക്കാം ജാതിമത ഭേദമന്യേ ആയിരങ്ങളുടെ ആശാകേന്ദ്രമാണ്. ഇവിടേക്ക് നേർച്ചയാക്കുക വഴി പല രോഗങ്ങൾക്കും ശാന്തി ലഭിച്ചതായി പലർക്കും പറയാനുണ്ട്. വിശിഷ്യ ശ്വാസം മുട്ടലിന് ബക്കറ്റും കയറും നേർച്ചയാക്കി ശമനം ലഭിച്ചവർ നിരവധിയാണ്. മുൻ മുദരിസായിരിക്കുന്ന CP ബീര മുസ്ലിയാരുടെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ചെറുപ്പം മുതൽ ശ്വാസം മുട്ട് അനുഭവപ്പെടാറുണ്ടായിരുന്നു. ചികിത്സകൾ നടത്തുമ്പോൾ തൽക്കാലത്തേക്കുള്ള ശമനം മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം 1999, 2000 കാലഘട്ടങ്ങളിൽ താത്തൂരി പള്ളിയിലെ മുദരിസായി ജോലി ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ മകൾക്ക് ശക്തിയായ ആസ്മ രോഗം പിടിപെടുകയാണ്. ഉടനെ അദ്ദേഹം താത്തൂരിലേക്ക് നേർച്ചയാക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ആ രോഗം പിന്നീട് വന്നിട്ടില്ല. ഇതുപോലെ ധാരാളം ആളുകൾക്ക് ഒരുപാട് ചരിത്രങ്ങൾ താത്തൂരിനെ കുറിച്ച് പറയാനുണ്ട്. താത്തൂർ മസ്ജിദ് മുൻ പ്രസിഡന്റിൻ്റെ മരുമകൻ ഇസ്മായിൽ പറയുന്നു, അദ്ദേഹത്തിൻ്റെ മകന് റാഷിദ് ശ്വാസം മുട്ടുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ഭാര്യ, മഹല്ലി പ്രസിഡന്റിൻ്റെ ഭാര്യ താത്തൂർ ശുഹദാക്കളുടെ മക്കാമിലേക്ക് ബക്കറ്റും കയറും കൊടുക്കാൻ നേർച്ചയാക്കുകയും അതോടെ ആ മകൻ്റെ ശ്വാസം മുട്ട് പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ബക്കറ്റും കയറും നേർച്ചയാക്കുന്നത് മുഖേന ശ്വാസം മുട്ട് മാറിയ നിരവധി ആളുകൾ ആ നാട്ടിലും പരിസര പ്രദേശത്തുമൊക്കെയായി ഒരുപാട് പേർ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്.